2015 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ നിങ്ങൾക്കൊരു സൗകര്യം കിട്ടും. മലയാളം മീഡിയത്തിലെ 20 ചോദ്യങ്ങളും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള 20 ചോദ്യങ്ങളും വ്യത്യസ്ത ചോദ്യങ്ങളായിട്ടാണ് അന്ന് വന്നത്. തുടർന്നുള്ള വർഷമൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ 2015 ചോദ്യം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് 20 40 ചോദ്യം കിട്ടും. 40 ചോദ്യം. ഇതൊക്കെ നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ 2015 ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടി ചോദിച്ച ചോദ്യമാണ് ഇന്നലെ ഞാൻ തന്നിരിക്കുന്നത്. അതിൽ നല്ല രസമുള്ളൊരു ചോദ്യമാണ്. ഒരു പ്ലസ് വരച്ചു, അത് വീണ്ടും പാർട്ടാക്കി മാറ്റിയ സമയത്ത് ഇത് തമ്മിൽ യോജിപ്പിച്ചു, ഇവ തമ്മിൽ യോജിപ്പിച്ചു, ഇവ തമ്മിൽ യോജിപ്പിച്ചു, ഇവ തമ്മിൽ യോജിപ്പിച്ചു. പിന്നെ ഒരു കുട്ടി ചോദിച്ചു ഈ ആംഗിളൊക്കെ തുല്യമാണോ? തുല്യമല്ല. പക്ഷെ നിങ്ങളോട് ചോദിച്ചത് ഈ ആംഗിളൊക്കെ കൂട്ടിയാൽ എത്ര എന്നാണ് ചോദിച്ചത്. ഈ 8 ആംഗിൾ കൂടി കൂട്ടിയാൽ എത്ര? ഇന്നലെ അതിന് പേരും കൊടുത്തു. ABCD മുതൽ H വരെ കൂട്ടിയാൽ എത്ര എന്നാണ് ചോദ്യം. നമ്മൾക്ക് ഇതും കൂടി ഉണ്ടായിരുന്നു കൂട്ടാൻ അവർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ, നമുക്കൊരു എളുപ്പമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇവിടെ 40 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട്, ചോദ്യത്തെ അതുകൂടി തന്നിട്ടുണ്ട്. ഇവിടെ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒക്കെ ഇവിടെ അങ്ങ് എഴുതി കൊടുക്കലാണ് ആദ്യത്തെ പ്രയോഗം. വൈകി വന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ അങ്ങ് എഴുതി കൊടുക്കുക. 40ന്റെ ഓപ്പോസിറ്റ് 40 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. 30യുടെ ഓപ്പോസിറ്റ് 30 ആണ്. ഇനി കിട്ടാൻ ബാക്കിയുള്ളത് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതറിയില്ല, ഇതും അറിയില്ല. അപ്പൊ അറിയില്ലാത്തതിനൊക്കെ നമ്മൾ ഓരോ കറുത്ത കുത്തട കുത്തി അടക്കിടക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇതൊരു ട്രയാങ്കിൾ ആണ്. 1, 2, 3 ട്രയാങ്കിൾ ഉണ്ട്, ത്രികോണങ്ങളുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകളുടെയും അളവുകളുടെ തുക 180 ആണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 1ഉം 2ഉം ഇതും കൂടി കൂട്ടിയാൽ 180 കിട്ടും. ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. 4 എണ്ണം ഉണ്ടെങ്കിൽ 180 × 4 കിട്ടിയേനെ 720 ആണ്. പക്ഷെ 720 ഇതും കൂടി ഉൾപ്പെടെയാണ്. പക്ഷെ നിങ്ങളോട് ഇത് ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങളോട് ഈ കറുത്ത കുത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ആംഗിൾ ചോദിച്ചിട്ടില്ലല്ലോ. ചോദിച്ചത് ഈ അറ്റത്തുള്ള ഈ 8 ആംഗിളല്ലേ ചോദിച്ചിട്ടുള്ളൂ, അവയുടെ തുകയല്ലേ ചോദിച്ചത്. അങ്ങനെയാകുമ്പോൾ ഇത് ഏത് അത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിനൊരു ഐഡിയ എന്താന്ന് പറഞ്ഞാൽ ഇതൊരു സർക്കിൾ ആയിട്ട് എടുക്കുക. ഒരു സർക്കിളിന്റെ മുഴുവൻ കോണുകളുടെയും അളവുകളുടെ തുക നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആരൊക്കെയോ വെറുതെ ഇതിൽ വിളിക്കുകയാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വിളിക്കരുത് എന്ന് പല പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പോൾ അതാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ വിളിക്കേണ്ട നമ്പർ ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു വൃത്തത്തിന്റെ മുഴുവൻ കോണുകളുടെയും അളവുകളുടെ തുക 360 എന്ന് പഠിച്ചു വെച്ച കുട്ടികളാണ് നിങ്ങൾ. അതിന് നിങ്ങൾക്ക് 40, 30, 40, 30, 70, 140 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈ 4 കറുത്ത കുത്തുകളാണ്. ആ 140 ബാക്കിയുള്ളത് കറുത്ത കുത്തുകളാണ്. 140 അങ്ങ് മൈനസ് ചെയ്താൽ കിട്ടുന്ന 220 ഈ കുത്ത് വരും, ഇത് വരും. ഈ 4 കൂടി കൂടിയാൽ, ഈ 4 കുത്തുകൾ കൂടി കൂടിയിട്ടാണ് നിങ്ങൾക്ക് 220 ആകുന്നത്. ഇനി എളുപ്പമല്ലേ? ഇത് മുഴുവൻ കൂട്ടിയാൽ 180, അങ്ങനെ 180 × 4 720 ആയിരുന്നു ഇത് മുഴുവനെങ്കിൽ. ഈ കറുത്ത 4 കുത്തുകൾ കൂടിയാൽ 220 ആണെങ്കിൽ 720-ൽ നിന്ന്
220 മൈനസില്ല പോരെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 500 500 ശരി. മനസ്സിലായോ? ഇതല്ലാത്ത രീതിയിൽ കണ്ടുപിടിക്കട്ടെ. ചില കുട്ടികൾ ഇതല്ലാത്ത രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഒരു ചോദ്യത്തിന് 3 തരത്തിൽ ഉത്തരം കാണാൻ പറ്റും. ഞാൻ ഒരു തരത്തിൽ കണ്ടു, മറ്റൊരു കുട്ടി വേറൊരു തരത്തിൽ കണ്ടു, വേറെ തരത്തിൽ കണ്ടു. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാർഗം ഏതാണോ നിങ്ങൾക്ക് അത് സ്വീകരിക്കുക. ഏറ്റവും എളുപ്പമാർഗത്തിൽ ഉത്തരം കൊടുക്കുക. ഉത്തരം ശരിയായാൽ മതി. അപ്പം ഇനിയും ഇങ്ങനെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇത് മനസ്സിലാകാത്ത കുട്ടികൾക്ക് നേരിട്ട് വിളിക്കാം. നേരിട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം. അവളെ സ്കൂളിലെ കുട്ടി പറഞ്ഞത് കുറച്ചുകൂടി നല്ല ഒരു ഐഡിയ കൂടിയാണ്. അങ്ങനെയും കണ്ടുപിടിക്കാം. ശരി, അടുത്ത എന്തുകൊണ്ട് വന്നൂടാ? കോണുകൾ നിങ്ങൾ പഠിക്കുന്നില്ലേ 6ാം ക്ലാസ്സിൽ? എന്തുകൊണ്ട് വന്നൂടാ? അതുകൊണ്ടല്ലേ ന്യൂമാത്സിന്റെ കുട്ടികൾ ഇതിൽ ഇരുത്തിയത്. അവർക്കുള്ള ഡയറക്റ്റ് ക്ലാസ്സിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം ഡേറ്റ് ഒക്കെ കേട്ടോ. ന്യൂമാത്സിൽ വരുന്ന വേറെ ചോദ്യം എടുത്തോ. ഇത് USSന്റെ കുട്ടികൾക്കും വരും. ഒരു സ്ക്വയർ വരച്ചു. എല്ലാവരും സ്ക്വയർ വരച്ചോളൂ. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. ഓക്കെ. ഈ സ്ക്വയർ വരയ്ക്കുമ്പോൾ അവിടെ വേറൊരു ചെറിയ പ്രശ്നം. എന്താ പ്രശ്നം? അതേ വലിപ്പത്തിലുള്ള വേറൊരു സ്ക്വയർ ഇതിന്റെ മിഡിലിൽ കൂടെ തന്നെ പോയേ മതിയാവൂ. പോട്ടെ, അങ്ങനെ വരച്ചോളൂ. നിങ്ങൾ കാണുന്നില്ലേ ബോർഡ്? ഉണ്ടോ? കുറച്ചുകൂടി ഫോൺ ഉയർത്തണോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ റെഡി അല്ലേ? കാണുന്നു. ഓക്കെ. കാണും. ചിത്രത്തിൽ ഒരേ വലിപ്പമുള്ള 2 സമചതുരങ്ങളിൽ സ്ക്വയേഴ്സിൽ ഒരു വെർട്ടെക്സ്, ഒരു മൂല മറ്റേ സമചതുരത്തിന്റെ മധ്യബിന്ദുവാണ്. ഇതാ, ഇതിലെ രണ്ടാമത്തെ സമചതുരത്തിന്റെ ഒരു മൂല വെർട്ടെക്സ് ഈ ഒരു സമചതുരത്തിന്റെ മധ്യബിന്ദുവാണ്. അതുപോലെ ഒന്നാമത്തതിന്റെ ഒരു മൂല വെർട്ടെക്സ് ഈ പറഞ്ഞ രണ്ടാമത്തെ സമചതുരത്തിന്റെ മധ്യബിന്ദുവാണ്. ഒരു കുട്ടി വേണമെങ്കിൽ ഇതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇംഗ്ലീഷിൽ. In the figure 2 equal squares are there. 2 equal squares are there. 2 equal squares are. One vertex of each of them. One vertex of each of them is the midpoint of other. മറ്റതിന്റെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ്. ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് അതർ. അതാണ് ഇവിടെ തെളിഞ്ഞത്. ഇതിന്റെ ഒരു മൂല ഇതിന്റെ മധ്യബിന്ദുവാണ്. അതുപോലെ ഇതിന്റെ മൂല ഇതിന്റെ മധ്യബിന്ദുവാണ്. പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ ഈസ്, ഈ ഫിഗറിന്റെ ചുറ്റളവ് പെരിമീറ്റർ 60 സെന്റിമീറ്റർ ആണ് പോലും എങ്കിൽ 2 സമചതുരങ്ങൾക്കിടയിലുള്ള പൊതുവായ ഭാഗത്തിന്റെ അത് അവിടെ മാർക്ക് ചെയ്യാം. കറുപ്പ് മഷി കൊണ്ട് വരയ്ക്കാൻ പ്രത്യേകം. ഇതിന്റെ ചുറ്റളവ് മാത്രം എത്രയാണ്? ടൈപ്പ് ചെയ്തോളൂ. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് കുട്ടികൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വായിക്കാം. In the figure 2 equal squares are there. One vertex of each of them is the midpoint of other.
Perimeter of this figure is 60 centimeter. What is the perimeter of the common portion of the square? ആ സ്ക്വയറിന്റെ കോമൺ പോർഷൻ ഇതാണ്, അതൊരു സ്ക്വയറിൻ്റെ ആണ്. അതിന്റെ പെരിമീറ്റർ, ഈ ചെറുതിന്റെ പെരിമീറ്റർ എത്രയാണെന്ന ചോദ്യം. ആ ചെറുതിന്റെ പെരിമീറ്റർ ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ വേണോ? ഇംഗ്ലീഷിൽ. ഇൻ ദിസ് ഫിഗർ, ഈ ഫിഗറിൽ 2 ഈക്വൽ സ്ക്വയേഴ്സ് കാണുന്നുണ്ടോ? രണ്ട് വലുത് ചെറുത് ഒരേപോലെയുള്ള സ്ക്വയേഴ്സ് കാണുന്നുണ്ടോ മോൻ? കാണുന്നുണ്ടോ? ഉണ്ട്. 2 ഈക്വൽ സ്ക്വയേഴ്സ് ആർ ദേർ. 1 വെർട്ടെക്സ്, ഒരു സ്ക്വയറിന്റെ ഒരു മൂല. 1 vertex of each of them is the midpoint of the other. ഇത് രണ്ടും മിഡ് പോയിന്റുകളാണ്. എങ്കിൽ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ ഈസ് 60 സെന്റിമീറ്റർ. ഇതിന്റെ പെരിമീറ്റർ മൊത്തം, ഇതിന്റെ ചുറ്റുമുള്ള അളവ് 60 സെന്റിമീറ്റർ ആണ്. എങ്കിൽ ഈ ചെറുതിന്റെ പെരിമീറ്റർ എത്ര എന്നാണ് ചോദ്യം. എന്ത് ഈസിയുള്ള ചോദ്യമാണ്, പെട്ടെന്ന് പറയൂ. യെസ്, ഇത് ന്യൂമാത്സിന്റെ കുട്ടിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. അവർക്ക് വന്ന ചോദ്യമാണ്. ന്യൂമാത്സിന്റെ കുട്ടികൾ ഇതിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പേര് പറയും. യെസ്, ആരാണ്? പേര് പറയൂ, പേര് പറയൂ. ഉണ്ട് ഷാംജിത്തെ, ഇതിന്റെ ആൻസർ കിട്ടിയോ? എത്ര? 20. കറക്റ്റാണ്. എങ്ങനെയാ മോനെ 20 കിട്ടിയത് പറ. രണ്ടാമത്തെ സ്ക്വയറിന്റെ സ്ക്വയറിന്റെ അടുത്തേക്ക് എത്തുമ്പോ അതിന്റെ ആ മിഡിൽ എത്തുമ്പോ അതിന്റെ ഇപ്പുറത്തെ ഒന്നാമത്തെ സ്ക്വയറിന്റെ വെയിറ്റ് നോക്കിട്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇനി പറയുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇതിനെ എല്ലാം വായിച്ചെളിയാണ്. ഞാൻ പറയുന്നതൊക്കെ തുല്യാണ്. കാരണം നമ്മൾ ആദ്യം സ്ക്വയറാന്ന് അറിയില്ല, 4 ഭാഗമാക്കിയപ്പോ ഇതെല്ലാം തുല്യമായിട്ട് സ്ക്വയർ ചെയ്തൂടെ. ഇത് മൊത്തം 60 അല്ലേ മോനെ പറഞ്ഞത്? ശാന്തിത്തെ ഇത് മൊത്തം 60 അല്ലേ പറഞ്ഞിരിക്കുന്നത് ചുറ്റളവ്? 1 2 3 4 5 6 7 8 9 10 11 12. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു 12 തുല്യ വശങ്ങൾ കിട്ടൂലേ? കിട്ടുമോ? അപ്പോൾ 60 മൊത്തം 60നെ 12 കൊണ്ട് ഭാഗിച്ചാൽ എത്രയാണ്? ഷാൻജിത്ത മറുപടി പറയേണ്ടത്. 60/12 എത്രയാണ്? 5. 60/12 5ആണ്. 12 5 60. അപ്പം ഈ വശം 60, ഇത് സോറി ഈ വശം 5 5 5 5 5 10 15 20 റെഡി ആയി. മനസ്സിലായവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായിട്ടില്ല? ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ആ, മനസ്സിലായ കുട്ടിയുടെ പേരെന്ന് പറ. യെസ്, കുട്ടീന്റെ പേര് സൂര്യഗായത്രി. ഏത് സ്കൂളാ സൂര്യഗായത്രി? ആ, എങ്ങനെയാ ഇത് 20 കിട്ടിയ മോളെ പറ. അപ്പോ ഇതിൽ നമ്മൾ ആ ഫിഗറില് ഒരു മാട്രിക്സ് മറ്റൊരു സ്ക്വയറിന്റെ മിഡ് പോയിന്റിലാണ്. അതെ, ഒരു മിനിറ്റ് മോളെ ഒന്ന് ഇടപെട്ടോട്ടെ. ഇത് നിങ്ങളോട് മധ്യബിന്ദുവാണ് നേരത്തെ പറഞ്ഞില്ലേ?
ഇത് മധ്യബിന്ദു ആവുമ്പം ഇതിനെ 4 ആകിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഈ 4 തുല്യമാണ്. ഇത് മധ്യബിന്ദു ആവുമ്പം ഇതും 4 ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇത് 4 തുല്യമാണ്. അങ്ങനെ തുല്യമായി കഴിഞ്ഞെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇതെല്ലാം ഓരോ സ്ക്വയേഴ്സ് ആണ്, കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സ് ആണ്. 1 2 3 4 5 6 സ്ക്വയേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആ 6 സ്ക്വയേഴ്സ് പറഞ്ഞാൽ എന്താ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4 വശവും തുല്യല്ലേ. നിങ്ങളോട് പെരിമീറ്റർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അത് 60 ആണ് തന്നത്. ഇത് എത്ര ഉണ്ട് നോക്കിയാൽ പോരെ, എത്ര സൈഡ് ഉണ്ട്? 1 2 3 അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 12 സൈഡ് കിട്ടിയിട്ടുണ്ട്. 60നെ 12 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പൊ ഒരു സൈഡ് 5 ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്. 4 5 ചേർന്നാൽ 20 ആണ്. ഇപ്പൊ മനസ്സിലായി ഇല്ലേ? ഇപ്പോ മനസ്സിലായില്ല? യെസ് ഓർ നോ? യെസ്. ശരി ശരി ശരി. ഇനി ഇതൊക്കെ ആദ്യം ചർച്ച ചെയ്തൊക്കെ ന്യൂമാത്സിനും കൂടി വേണ്ട ചോദ്യങ്ങളാണ്. ആ കുട്ടികളെ USSന്റെ ക്ലാസ്സിൽ ഇരുത്താനുള്ള കാരണം അവർക്ക് USSന്റെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, തിരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കും. ഇത് USSന്റെ കുട്ടികൾക്ക് ഉപകാരപ്പെടും ഇത്തരം ചോദ്യങ്ങൾ. അതുകൊണ്ട് എവിടുന്ന ചോദ്യം വരാമെന്ന് നമുക്ക് പറയാനാവില്ല. ശരിക്കും പഠിച്ചു വെച്ചു. ഇഷാൻജിത്ത് കേൾക്കാമോ പറയുന്നത്? ഈ സംഖ്യ എത്ര വായിക്കുക? 112. ഞാൻ എഴുതുന്ന ഇംഗ്ലീഷ് വാക്കൊന്ന് പറയൂ. How many? Three digits. Numbers are there. How many 3 digits numbers are there? Which are the multiple of 101? എന്താണ് അതിന്റെ മലയാളം? ആർക്കും അറിയാം? ഈ പറഞ്ഞതിന്റെ മലയാള ഭാഷ എന്താണ്? നിങ്ങൾ USS എന്ന മക്കളാണ്. നിങ്ങൾ USS എന്ന മക്കളാണ്. മിണ്ടാതിരിക്കരുത്, അതിന്റെ മലയാളം പറയണം നിങ്ങൾ. 112ന്റെ ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകളുണ്ട്? ഞാൻ ഇടക്കിടക്ക് ചില കുട്ടികളെ പേരിൽ നിന്ന് വിളിക്കും. തീരെ അനങ്ങാണ്ടെന്നാൽ ആ കുട്ടീനെ അങ്ങ് റിമൂവ് ചെയ്ത് കളിക്കേ. പിന്നെ ഈ ഐഡിയയിൽ കയറാനാവൂലേ? അതുകൊണ്ട് വർത്താനം പറഞ്ഞ് തുടങ്ങിക്കോളൂ. ചില സ്കൂളൊക്കെ നേരിട്ട് പോയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ക്ലാസ്സുകളിൽ സംസാരിക്കുന്ന കുട്ടികൾക്കാണ് ഗിഫ്റ്റഡ് ആവുക. മിണ്ടാണ്ട് അനങ്ങാണ്ട് ഉത്തരഞ്ഞൊന്നും ഗിഫ്റ്റഡ് ആവൂലേ? വർത്താനം പറഞ്ഞോളൂ ഇടക്കിടക്ക്. 112ന്റെ ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകളുണ്ടെന്നാണ് ചോദ്യം. ടൈപ്പ് ചെയ്തോളൂ. 112ന്റെ മൾട്ടിപ്പിൾ ആവുന്ന എത്ര 3 അക്ക സംഖ്യയുണ്ട്? ടൈപ്പ് ചെയ്തോളൂ. ന്യൂമാത്സിന്റെ കുട്ടികളോടുള്ള വന്ന ചോദ്യമാണ്. ന്യൂമാത്സിന്റെ കുട്ടികൾ 5 ഒന്നല്ലേ? ന്യൂമാത്സിന്റെ അടുത്ത കുട്ടി വേറെ ആരെങ്കിലും കുട്ടി മുന്നോട്ട് വരും. ന്യൂമാത്സിന് ഇഷാൻജിത്ത് വന്നു. പിന്നെ ആരാ ഉള്ളത് ന്യൂമാത്സിന് ഇവിടെ? ഇതില് വേറെ ആരും ഇല്ലേ? പേരില്ലേ? ഷാദിയ. ഷാദിയ ഏത് സ്കൂളാ മോള്? വളാഞ്ചേരിയുള്ള ഷാദിയ. 112ന്റെ ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യ ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ നോക്ക്? ഇങ്ങനെ ഗുണിച്ചു വെക്കുക 112നെ. ഒരു 112 112 3 അക്കം. 2 112 എത്രയാ മോളെ? 4 2 2. ഇങ്ങനെ ഗുണിച്ചു നോക്കണോ? വേണ്ടല്ലോ. 8 ആൻസർ ചെയ്ത കുറെ കുട്ടികളുണ്ടല്ലോ അതില്. 8 ആൻസർ ചെയ്ത ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വന്ന് പറ എങ്ങനെയാ ഇത് കിട്ടിയെന്ന്. 8. നിങ്ങൾ മിണ്ടുന്നില്ല, ഞാൻ ക്ലാസ് അവസാനിപ്പിക്കും.
മിണ്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വീട്ടിൽ അടുത്തിരുന്നാരോ പറഞ്ഞു എന്നാണ്, നിങ്ങൾ സ്വയം കണ്ടെത്തിയതല്ല എന്നാണ് അർത്ഥം. പറ. 8 ശരി. 10 ടൈപ്പ് ചെയ്യേണ്ട. 8 ശരി. 8 എങ്ങനെ കിട്ടി? 112 ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകളുണ്ട്? അത് 8 ഉണ്ട്. അതെങ്ങനെയാ കിട്ടുന്നത്? എളുപ്പ വഴി എന്താണ്? ഹലോ, പറയൂ. ആ, ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വാ. 8 ശരി, എങ്ങനെ കിട്ടി? മൈക്ക് മ്യൂട്ടൊന്നല്ലല്ലോ. ശരി. ഈ 112 10 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? അത് പറ. 1120. അപ്പൊ 10 ഇല്ല എന്ന് ഉറപ്പാണ്. 10 ഇല്ല, അത് മനസ്സിലായി. കാരണം 1120. ഞാൻ ആദ്യം ചോദിക്കട്ടെ, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? 1000. ആയിക്കോട്ടെ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000 ആണ്. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണ്? 999. ശരി. 999 ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ആവുമ്പോൾ നിങ്ങളോട് ചോദിച്ചത് എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ 112 ഗുണിക്കുമ്പോൾ 999 മേലെ പോകാൻ പാടില്ല. 999 മേലെ പോയി കഴിഞ്ഞാൽ അത് 1000 ആയി. അത് 4 അക്ക സംഖ്യയാണ്. നിങ്ങളോട് ചോദിച്ച 3 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 999 ബ്രേക്ക് ചവിട്ടണം. ബ്രേക്ക് ചവിട്ടുമ്പോൾ നിങ്ങൾ 112 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 1000 മേലെ പോകുന്നു. 112 നിങ്ങൾ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ 1120 നിന്ന് വീണ്ടും ഒരു കുറവ്. 1008. ശരിയാണ്, 1008. 1008. 9 ഉണ്ടായിരുന്നെങ്കിൽ 9ാമത്തത് 1008 വരും. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താണ്? എത്ര 3 അക്ക സംഖ്യ ഉണ്ട് എന്നാണ്. അപ്പൊ 112 8 കൊണ്ട് ഗുണിച്ചാലോ? 896. അപ്പോൾ ഇവിടെ 112 കൂട്ടിക്കഴിഞ്ഞാൽ 1008 പോകുന്നത് കൊണ്ട് 896 ആ അവസാനത്തെ സംഖ്യ. അപ്പോൾ നമ്മളെ ആൻസർ 8. 112 ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിക്കാൻ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ 999 ആകുമ്പോൾ അതിന്റെ താഴെ വരണം. അതിന്റെ താഴെ വരുന്ന അവസാനത്തെ നമ്പർ 112 8 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 896 ആണെങ്കിൽ നമ്മുടെ ആൻസർ 8. മനസ്സിലായോ? മനസ്സിലായ കുട്ടികൾ, മനസ്സിലായില്ല. മനസ്സിലായ കുട്ടികൾ ഒരു ലൈക്ക് തന്നെ ലൈക്ക് കൊടുത്ത് മനസ്സിലായ കുട്ടികൾ. ഏത് നമ്പർ വന്നാലും ഇങ്ങനെല്ലാം കണ്ടുപിടിക്കണോ? അതിനല്ലേ ഇങ്ങനെ വേറിട്ട ചോദ്യങ്ങൾ തരുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം മാത്രം ആലോചിച്ചൊന്നും കുത്തിരിക്കണ്ടേ. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതാ വേറൊരു ചോദ്യം വരുന്ന 24,446 ഡിവൈഡഡ് ബൈ 24,446 ഡിവൈഡഡ് ബൈ എ നമ്പർ. ഏതോ ഒരു നമ്പർ കൊണ്ട് ഈസ് ഡിവൈഡഡ് ബൈ എ നമ്പർ gives the quotient. ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 79 കിട്ടിയത് പോലും. മാത്രമല്ല ഒരു റിമൈൻഡർ കിട്ടി. റിമൈൻഡർ and gives the remainder
35 35 റിമൈൻഡറും കിട്ടി. വാട്ട് വാസ് ദ ഡിവൈസർ? വാട്ട് വാസ് ദ ഡിവൈസർ? ഡിവൈസർ ഹാരകം. ഇതല്ലേ ഹാരകം? ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? അതാണ് എന്റെ ചോദ്യം. 24,446 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 24,446 എഴുതിക്കാം. അതിനേതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 79 കിട്ടി. ശിഷ്ടം 35 കിട്ടിയെങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? ടൈപ്പ് ചെയ്തു. പറയുമ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് വേറെ കാര്യം. ന്യൂമാത്സിന്റെ കുട്ടികളാണ് മറുപടി പറയുന്നത്. ന്യൂമാത്സിന്റെ ഇന്ന് ചേർന്ന കുട്ടികൾ അവരുടെ പേര് പറയൂ. സ്റ്റേറ്റ് ലെവലിലെ ന്യൂമാത്സിന്റെ പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന കുട്ടികൾ അവരുടെ പേര് പറയൂ. പിന്നെ ആ കുട്ടികളാണ് ഇതിന് മറുപടി പറയുന്നത്. നിങ്ങൾക്ക് ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം അറിയണം. ഇതെന്തൊക്കെ ചെയ്യണം എന്നുള്ള ആദ്യം അറിയണം നിങ്ങൾ. അതിനുശേഷമാണ് നിങ്ങൾ അതിലേക്ക് പോകേണ്ടത്. കാരണം ഇവിടെ 62 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ചെറുതെടുത്ത് നോക്കുക. അതിൻ്റെ ഹരണഫലം 20 കിട്ടി. ശിഷ്ടം 2 കിട്ടി. ഏത് സംഖ്യയുടെ ഹരിച്ചത് നിങ്ങൾ പറ. 3 കൊണ്ട് ഹരിച്ചു. ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം 62 ശിഷ്ടം അങ്ങ് കുറച്ച് കളിയാം. 62 ശിഷ്ടം കുറച്ചാൽ 60. ഈ 60 ഞങ്ങൾ 20 കൊണ്ട് ഹരിച്ച് കളിയാം. സോറി, 60 3 കൊണ്ടല്ല, 60 20 കൊണ്ട് ഹരിക്കുക. 60 20 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. അതാണ് ഈ 3. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ശിഷ്ടം അങ്ങ് മൈനസ് ചെയ്ത് കളിയാം. അപ്പൊ 62 2 പോട്ടെ 60. 60 ഈ കോഷ്യന്റ് കൊണ്ട് ഹരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും. അംവിദ്യ നിങ്ങൾ ഇവിടെ എടുക്കേണ്ടത്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പറയൂ. 24,446 നിന്ന് ഞാൻ 35 മൈനസ് ചെയ്യണ്ടേ? ഇത് മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 24,411 കിട്ടില്ലേ? 24,411 പിന്നെ എന്ത് ചെയ്യണം? 79 കൊണ്ട് ഹരിക്കണം. അതിലേശം പണി നമുക്ക്. അതാണ് നമുക്ക് പ്രശ്നവും. എന്തായാലും ഓപ്ഷനിൽ 309 ഉണ്ടായിരുന്നു. 309 ആണ് ശരി. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം. മനസ്സിലായോ? യെസ്. ഇതാ മറ്റൊരു ചിത്രം വരയ്ക്കാം. പെൻസിൽ എടുത്ത് കയ്യിൽ വെച്ചോളൂ. പെൻസിൽ കൊണ്ട് ചിത്രം വരച്ചോളൂ. നല്ല രസമുള്ള ചിത്രമാണ്. കുറച്ച് ചരിച്ചിട്ടാണ് വരുന്നതെന്നാണ്. ഇതാ വലിയ മൊഞ്ചൊന്നും വേണ്ട. ഒരു ട്രയാങ്കിൾ ഇങ്ങനെ അങ്ങ് കടത്തിയിട്ടേക്ക്. വരച്ചു കഴിഞ്ഞാൽ യെസ് പറയണം. യെസ്. ഈ ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത് ABC എന്ന് പേരാണ് കൊടുത്തേക്ക്. ABC. എന്നിട്ട് നിങ്ങൾക്ക് ഈ ബിയിൽ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ കൊടുത്തു. അവിടെ ഡി എന്ന് പേര് കൊടുത്തു. ഒരളവും നിങ്ങൾക്ക് തരുന്നില്ല. ഒരളവും തരുന്നില്ല. ഒരു കോണിന്റെ അളവും തരുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഇവിടെ പറയും. ABD. അവിടെ ഒരു ത്രികോണം ഉണ്ടല്ലോ. ഇതിലേശം വളഞ്ഞു വയ്ക്കാൻ നോക്കട്ടെ. ഒന്നാമത്തെ സ്കെയിലൊന്നും വെക്കാതെ വരയ്ക്കുന്നുണ്ടായിരുന്നു. ABD is an equilateral triangle. എന്താ ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? അതായത് സമഭുജ ത്രികോണം എന്നാണ് പറയുന്നത്. പക്ഷെ കണ്ടാൽ നിങ്ങൾക്ക് അത് തോന്നൂല. കാരണം എന്റെ ചിത്രത്തിന്റെ പ്രത്യേകത ആയതുകൊണ്ടാണ്. കണ്ടാൽ തോന്നുമല്ല.
അതുകൊണ്ടെങ്കിൽ ലേശം ഇങ്ങനെ മാറ്റി ചെറുതാക്കി, അതുകൊണ്ടാണ് ഇക്വലന്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ തോന്നണമെന്നില്ല. ചിത്രത്തിൽ നിങ്ങൾക്കൊരു കാര്യം പറയുകയും അവർ എഴുതുന്ന കാര്യം ഇക്വലന്റ് ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു വശം ചെറുതാണല്ലോ എന്നും വിചാരിച്ച് ആലോചിച്ചാണ് കുത്തിരിക്കേണ്ട. അവർ ചോദ്യത്തിൽ എന്താണോ തന്നത് അതങ്ങ് വിശ്വസിക്കുക, എഴുതുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ശരി, ചോദ്യം ഇതാണ്. ഈ ബി എന്ന ഈ ആംഗിളിന്റെ അളവ് എത്രയാണ്? വാട്ട് ഈസ് ദ മെഷർമെന്റ് ഓഫ് ഓൺ എ ബി സി? ബിയുടെ അളവ് എത്രയാണ്? ടൈപ്പ് ചെയ്തോളൂ. എത്ര? 60 ആണോ? ഇത് ഇക്വലേറ്റർ ആണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇത് ഇക്വലേറ്റർ ആണെങ്കിൽ ഇത് ഓരോന്നും 60 ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഓരോ കോണും 60 ഡിഗ്രിയാണ്. ഞാൻ പറഞ്ഞില്ലേ, വരച്ചത് നിങ്ങൾ നോക്കണ്ട, ഞാൻ സ്കെയിലൊന്നും നോക്കാതെ വരച്ചാണ്. ഇനി ഇത് മൊത്തം എത്രയായിരിക്കും എന്റെ ചോദ്യം. 120. അല്ലല്ലോ, ഇത് 60 ആകുമ്പം ഇത് ലീനിയർ പെയറാണ്, രേഖീയ ജോഡി. അപ്പൊ ഇത് എത്രയായിരിക്കും? 60. ഇത് 60 എന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 150 കിട്ടണ്ടേ? അത് 120. അവിടെയും തീരുമാനമായി, അത് 120 ആണ്. അപ്പോ വേറൊരു കാര്യം കൂടി പറഞ്ഞു. കാരണം ആ ചിത്രത്തിന്റെ പ്രത്യേകതയാണ്, ചിത്രം വരച്ചുള്ള ചെറിയ പ്രശ്നം കൊണ്ടാണ്. ഇത് രണ്ടും ഈ രണ്ട് വശങ്ങളും തുല്യമാണെന്ന് കാണിക്കുന്ന ചിത്രമാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് 2017 വന്ന ചോദ്യമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ ഇത് 30, ഇതും 30. ഇനി പറയൂ, ബിയുടെ അളവ് എത്രയാണ്? 90. അപ്പം ഇത് നിങ്ങൾ 2017 ക്വസ്റ്റ്യൻ പേപ്പർ കാണുക, അല്ലെ 2017 18 ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചിത്രമുണ്ട്. ഈ 90 കിട്ടുമ്പോൾ ആ ചിത്രം കണ്ടാൽ ഏകദേശം മനസ്സിലാവും. പക്ഷേ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ക്ലിയർ ആവത്തെന്ന് പറഞ്ഞാൽ ഈ ത്രികോണം ചരിച്ചിട്ടുകൊണ്ടാണ്. നേരെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവുമായിരുന്നു. അപ്പം ഇത്തരം ചോദ്യങ്ങൾ വരും. ഒരളവും തരാതെയാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പോകാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞ ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എത്ര കുട്ടികൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്? 286. ഓക്കെ. നമ്മളെ തിഷ വന്നോ? തിഷ ഇല്ലേ? Yes sir. തിഷ ഒരു 2 വരി പാട്ട് പാടിക്കോ. സിനിമ പാട്ടാ? ഏതായാലും ഇല്ല, നമ്മൾ ഈ കണക്ക് ഇങ്ങനെ ചൂട് പിടിക്കുമ്പോ ഇടയ്ക്കൊരു പാട്ട് നല്ലതാണ്. എന്താ മറ്റു കുട്ടികൾ എന്ത് പറയുന്നു? ശരിയല്ലേ? Yes. ശരി. അപ്പൊ തിഷ ഏത് സ്കൂളിൽ തിഷ മോള്? St. Angelos. ശരി, തുടങ്ങി. 4 വരി മതി. One minus 2 plus 3 minus 4 plus dash 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 plus 25. ഇതിന്റെ ആൻസർ എത്രയാണെന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. 25ന്റെ കൂടെ 1 കൂട്ടുക, 26നെ നേരെ പകുതിയാക്കിയാൽ 13 ആയിരിക്കും ഉത്തരം. എങ്ങനെയാ കണ്ടെത്തുന്നത്? 1 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകൾ മാത്രം വേറെ എടുത്തോ. 1 മുതൽ 25 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് മക്കളെ? 13 എണ്ണേ ഉണ്ടാവും. 26ന്റെ പകുതി. 1 മുതൽ 25 വരെ 13 ഒറ്റ സംഖ്യകൾ. ആ 13 ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ 13നെ 13 കൊണ്ട് ഗുണിച്ചിട്ടാവാൻ 169.
ഇനി 2 മുതൽ 24 വരെ എത്ര ഇരട്ട സംഖ്യയുണ്ട് മക്കള്? 12 ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ 12നെ 13 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചതാ. 12നെ 13 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 156. ഗുണിക്കാനൊന്നും പോണ്ട, അത് വേറെ കാര്യം. 156. ഇവ തമ്മിലുള്ള വ്യത്യാസം 13. ആ 13 ഇവിടെ ഒരു വ്യത്യാസമായിട്ട് കാണുന്നത്. അപ്പൊ കണ്ട 13 കൊണ്ട് ഗുണിച്ചു, ഇവിടെ ഒരു 13ന്റെ കുറവുണ്ട്. അപ്പൊ ഉത്തരം 13. ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ്. ഇതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇനി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. ആ ചോദ്യത്തിന്റെ ആൻസർ 5 ചോദ്യം തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് തന്നെ കമന്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, കമന്റ് ചെയ്ത് അറിയിക്കുന്ന കുട്ടികൾക്കൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ ഈ ക്ലാസ് വരും, ശ്രദ്ധിക്കുക. മനസ്സിലാകാത്തവർക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാം, മനസ്സിലാക്കി തരും. ഇതാ പിടിച്ചോളൂ, ഒരു 5 ചോദ്യം. നാളെ ഈ ചോദ്യം നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഈ സ്ക്വയറായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് ന്യൂമറിക്സ് കണക്ട് ചെയ്യണമെന്നില്ല, അവരോട് അങ്ങനെ ചോദിക്കൂല. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ്, മലയാളം ഞാൻ പറയാം, ഒരു സംഖ്യയുടെ വർഗം 15,625 ആണ് പോലും. 15,625 ആണ് ഒരു സംഖ്യയുടെ വർഗം. What is the square of twice the number? What is the square of twice the number? ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം. Twice the number. ഒരു സംഖ്യയുടെ വർഗം 15,625 ആയാൽ ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം എത്ര? ഇതൊക്കെ മലയാളവും പറയുന്നുണ്ട്, ഇംഗ്ലീഷും പറയുന്നുണ്ട്. അത് പിടിച്ചെടുത്താൽ മതി. തിരിയാത്ത കുട്ടികൾ ഒന്നുകൂടിയും കണ്ടാൽ മതി. രണ്ടാമത്തെ ചോദ്യം, 2^12 plus 4^6 is equal to 2k. k എന്നത് ഇംഗ്ലീഷ് വാക്ക്. ഇവിടെ k യുടെ വില എത്ര? ഇതാ വരുന്ന മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ബഹുരസാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 1 plus 3 plus 5 plus dash 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 4043 എത്രയാണ്? 4043 3 നന്നാക്കണം. 4043 എത്രയാണ്? നമ്പർ 4. അടുത്ത ചോദ്യമാണ്. n-1 n plus 1 n-1 n plus 1 ഇവയുടെ തുക ഇവയുടെ സം 30 ആണ്. എങ്കിൽ ഇവയുടെ പ്രൊഡക്റ്റ് എത്ര? ഗുണനഫലം എത്ര? പ്രൊഡക്റ്റിന് ഗുണനഫലം എത്ര? The sum of n-1 n plus 1 is 30. What is the product of these numbers? എങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എത്രയാണ്? അടുത്ത അഞ്ചാമത്തെ ചോദ്യം ന്യൂമറിക്സ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഒരു വർഷം ന്യൂമറിക്സിന് ചോദ്യമാണ്. തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യയുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത്? തുടർച്ചയായി 3 എണ്ണൽ സംഖ്യയുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ
ഏതാണ് എന്നാണ് ചോദ്യം. ആ 5 ചോദ്യവും ഒരു കുട്ടി ഒന്ന് വായിച്ച്. Square of a number is 15,625. What is the square of twice the number? ഒരു സംഖ്യയുടെ വർഗം 15,625 ആയാൽ ആ സംഖ്യയുടെ വർഗമൂലം എത്ര? എങ്ങനെ മനസ്സിലായില്ല? വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് നമ്പർ എന്ന് വെച്ചാൽ വർഗമൂലാണോ? ഇരട്ടിയുടെ വർഗമൂലം. വർഗമൂലം എന്നുള്ള വാക്യാണ് പ്രയോഗിച്ചിട്ടില്ല. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ എന്നാണ്. ഒരു സംഖ്യയുടെ വർഗം 15,625 ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം എത്ര? ഇരട്ടിയുടെ വർഗം എത്ര? അപ്പോൾ ഇംഗ്ലീഷ് മാത്രം വായിച്ചാൽ മതി. വർഗം എത്ര? രണ്ടാമത് കെയുടെ വില എത്ര? Square root of 1 plus 3 plus 5 plus up to 4,043 എത്ര? പിന്നെ n minus 1 n plus 1 തുക എത്ര? തുക 30 എങ്കിൽ ഇവയുടെ ഗുണനഫലം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എത്രയാണ്? തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത്? ഓക്കെ, ദേവനന്ദ ഒന്നുകൂടി ഒന്ന് വായിച്ച മോളെ. ഫസ്റ്റ് മുതലാണോ? Square of a number is 15,625. What is the square of twice the number? 2 raised to second question. 2 raised to 12 plus 4 raised to 6 is equal to 2 raised to k. K യുടെ വില എത്ര? Third question. Square root of 1 plus 3 plus 5 plus up to 4,043 എത്ര? Fourth question. n minus 1 n plus 1 തുക 30 ആണെങ്കിൽ ഇവയുടെ ഗുണനഫലം എത്രയാണ്? Fifth question. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത്? Which is the smallest 4-digit number that can be written as the sum of 3 consecutive natural numbers? വെരി ഗുഡ്. ഈ 5 ചോദ്യത്തിന് ഇപ്പം തന്നെ ആൻസർ ചെയ്താൽ നിങ്ങൾ തയ്യാറാക്കി വെച്ചോ. യൂട്യൂബിൽ എന്തായാലും ഇപ്പോൾ 1 മണിക്കൂർ ഞാൻ വരും. പക്ഷേ ആൻസർ ഞാൻ കണ്ടുപിടിക്കാൻ പ്രശ്നമില്ല. നിങ്ങളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ പോരെ. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ തയ്യാറായിക്കോളും. ഈ 5 ചോദ്യം ഞാൻ വായിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 15,625. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ? ഈ ഒരു സംഖ്യയുടെ വർഗം ഇതാണെങ്കിൽ അതിന്റെ ഇരട്ടിയുടെ വർഗം എത്ര? ഇതിന് സമാനമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണ്. രണ്ടാമത് 2 raised to 12 plus 4 raised to 6 is equal to 2 raised to k ആയാൽ k യുടെ വില എത്രയാണ്? 6ാം ക്ലാസ്സിലാണ് ആ സംഭവം പഠിക്കാറുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 1 plus 3 plus 5 plus dash 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 up to 4,043 അതിന്റെ റൂട്ട് എത്രയാണ്? അതിനുള്ള എളുപ്പമാർഗം നിങ്ങൾക്കറിയാം. n minus 1 n plus 1 ഇവയുടെ തുക സം 30 ആണെങ്കിൽ അവയുടെ പ്രൊഡക്റ്റ് എത്രയായിരിക്കും? അപ്പൊ n കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ പരിപാടി ചെയ്യാവൂ. n ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യയുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത്? 2018 and 19 അതില് ന്യൂമാത്സിന്റെ ചോദ്യമാണ്, മനസ്സിലാക്കി വെക്കുക. Which is the smallest 4-digit number that can be written as the sum of 3 consecutive natural numbers? ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ഇന്ന് തന്നെ എഴുതാൻ തയ്യാറാകുക. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് വിജയികളാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നാളെ ക്ലാസ് ഇല്ല. ക്ലാസ് ഉള്ള ദിവസം ഞാൻ നിങ്ങളെ, അഥവാ ഉണ്ടെങ്കിൽ തന്നെ നാളെ ഉള്ള വിവരം നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കും. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കൃത്യമായിട്ട് മെസ്സേജ് വരുന്നില്ലെങ്കിൽ ആ കുട്ടികളെ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കും. ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചാൽ ഞാൻ ചേർത്ത് തരാം.
അപ്പം ടീച്ചേഴ്സ് പല ടീച്ചേഴ്സും എൻ്റെ ഗ്രൂപ്പിലുണ്ട്. അവരുടെ ഷെയർ ചെയ്ത് വരാൻ വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് എന്നെ വിളിക്കാം, ഞാൻ ചേർത്ത് തരാം. നിങ്ങൾക്ക് പ്രയാസമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഗ്രൂപ്പിലൂടെയോ അല്ലാതെയോ നിങ്ങൾക്ക് നേരിട്ട് അയച്ചു തരാം. അതൊക്കെ അടുത്ത നമ്മുടെ ക്ലാസ്സിലെ ചർച്ചകളായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.